ഗൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പം ചാനലിൻ്റെ ഇവനെത്തി എവിടെ പോയി മരിച്ചോ എന്തോ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അതൊന്നുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് പഠിത്തമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ കുറച്ച് തിരക്കുകൾ കാരണം അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനുള്ള സാഹചര്യമൊന്നുമില്ലായിരുന്നു. ഒരു വർഷമായിട്ട് നമ്മൾ ബാംഗ്ലൂരിലൊരു കമ്പനിയിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വീട്ടിലാണ് സമയമുണ്ട്. പക്ഷേ അത് എങ്കിലും ഒരു വീഡിയോ ഇടാതെ ഒരു മൂഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിന്ന സമയത്താണ് നിങ്ങൾ ചുമ്മാ ചാനലെടുത്ത് നോക്കിയപ്പോഴാണ് നിങ്ങളുടെ സപ്പോർട്ട് കണ്ടത്. എന്നുവെച്ചാൽ ഇത്ര നാളിട്ട വീഡിയോസിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് അത് തന്നെയാണ് വീണ്ടും നമ്മൾ വീഡിയോ ഇടാനുള്ളത് വീണ്ടും പ്രേരിപ്പിച്ചത്. നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ടുള്ളൊരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ ഒരു ലൗഡായിട്ടൊരു നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ചെയ്യണമെന്ന് എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ചാനലിൽ ഉടഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു അൺബോക്സിംഗ് ആണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ അത് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, പ്രൈസ് എങ്ങനെയാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് സാധനം. ഇത് നമ്മുടെ ഒരു 800 വാട്ട്സ് RMS വരുന്ന ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. ക്രിസ്റ്റൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ കമ്പനിക്കാരാണ് ചെയ്തത്. പഞ്ചാബികളാണ്. അപ്പോൾ അവരുടെയാണ് സാധനം. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം ചെറുതായിട്ട്. നല്ല പാക്കിംഗ് ആണ് ഗൈസ്. ബബിൾ കാപ്പിട്ട് നല്ലപോലെ കാപ്പ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇതാണ് സാധനം ഗൈസ്. നല്ല ക്വാളിറ്റിയുള്ളൊരു ബോർഡാണ് ഗൈസ്. ഇതിനകത്ത് തന്നെ ഇൻബിൽഡായിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് അതിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ആയിട്ടാണ് നമ്മളതിൻ്റെ സിഗ്നൽ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മളതിനായിട്ട് റിലേയ്ക്ക് വേണ്ടി എന്ന് വെച്ചാൽ സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു 12 വോൾട്ട് സപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. ഇവിടാണ് നമ്മൾ മെയിൻ 17 DC സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി നമുക്കിപ്പോൾ ഒരു 55 ട്രാൻസ്ഫോമർ യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ടൊറോയിഡിലാണ് ബെസ്റ്റ് ട്രാൻസ്ഫോമർ. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഫുൾ കണക്ഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള പവർ സപ്ലൈ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടായിരിക്കും. അതുപോലെ ഇതിന് നമ്മൾക്ക് ഇനി ബാക്കി പണി എന്ന് പറഞ്ഞാൽ ഇതിനിപ്പം ട്രാൻസ്ഫോമർ വാങ്ങിക്കണം. അതേപോലെ ക്യാബിനറ്റ് പണിയണം. ക്യാബിനറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇച്ചിരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ ഒരു സാധനത്തിന് വേണ്ടി ആയാലും ഹെവി സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാബിനറ്റ് നമ്മൾ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ സബ് വൂഫർ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്നത് തുഷ്ബയുടെ 1941 എന്ന ട്രാൻസിസ്റ്ററും 5198 എന്ന് പറഞ്ഞ തുഷ്ബയുടെ 2 ട്രാൻസിസ്റ്റർ വെച്ചാണ് അസംബിൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 2500 രൂപ റേറ്റ് വരും, പ്ലസ് കൊറിയർ ചാർജ്. അപ്പം ഇതല്ലാതെ നിങ്ങൾക്ക് ഇച്ചിരി വേറെ വേരിയൻറ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതല്ലാതെ വേറെ ട്രാൻസിസ്റ്റർ 2-3 വേരിയൻറ്റിൽ അവർ ചെയ്തിറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് ഇച്ചിരി ഹയറാണ്. ഇതാണ് ഇച്ചിരി അവരുടെ ആ ഒരു ബാക്കിയെല്ലാം സെയിമാണ്. ബാക്കി ബോർഡിൻ്റെ ക്വാളിറ്റി, ഫീച്ചിങ് കാര്യങ്ങളെല്ലാം സെയിമാണ്. ട്രാൻസിസ്റ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. നിങ്ങളുടെ പ്രൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയൊക്കെ സെയിം ആയിരിക്കും. ട്രാൻസിസ്റ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് ആ രീതിക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൗണ്ട് ഭ്രാന്തന്മാരുള്ള കൂട്ടുകാരൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ കാണുന്നതെന്ന് പ്രതീക്ഷയോടെ ഇസ്മി സജു കാരിക്കാർ സൈനിങ് ഔട്ട്.